ചിരിമുട്ട, കായ്പോള, ചട്ടിപ്പത്തിരി, കിളിക്കൂട്, പോക്കറ്റ് ഷവർമ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കറുകാപ്പള്ളി. ചേട്ടന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഓക്കെ, അപ്പൊ ഈ ജ്യൂസ് പ്രധാനമായിട്ട് ജ്യൂസ് ഐറ്റം മുഹബത്ത് का സർബത്താണോ? അതിന്റെ പല വെറൈറ്റീസ്. അപ്പൊ ഇത് തണ്ണിമത്തൻ, ആപ്പിള്, യെല്ലോ തണ്ണിമത്തൻ, തണ്ണിമത്തന് 2 വെറൈറ്റീസും പിന്നെ ആപ്പിളും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കറുകപ്പള്ളിയിൽ ഈ ഒരു സ്റ്റോൾ ഇടുമ്പോൾ എന്താ തോന്നണേ? ഇവിടെ ഇപ്പൊ കുറെ ആയിട്ട് എല്ലാവരും ഈ ഒരു സമയമാകുമ്പോൾ സ്റ്റോൾ ഇടുന്നുണ്ടല്ലോ. അപ്പൊ ചേട്ടൻ കുറെ കാലമായി ഇവിടെ? 2.5 കൊല്ലമായിട്ട് സ്റ്റോൾ ഇടുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റോളിന്റെ പ്രത്യേകത എന്താ? എങ്ങനെയാണ് ഈ ഒരു സമയമാകുമ്പോ ഇവിടെ? ഇതിപ്പോ 5 മണി 6 മണി മുതൽ 5 മണി മുതൽ തുടങ്ങും. ആ, ഇത് എത്ര മണി വരെ ഏകദേശം ഉണ്ടാവും? 8 മണി വരെ. കുറെ കാലമായി ഇവിടെ തുടങ്ങിയിട്ട്, ഈ സ്റ്റോളിനാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി. ഇങ്ങനെ സ്റ്റോൾ ഇടുമ്പോ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഈ സമയത്ത്? വൈകുന്നേരം എപ്പോഴും തുടങ്ങി? ഏകദേശം നിറച്ചു വെക്കും, എല്ലാം നിറച്ചു വെക്കും. ഈ ഒരു കുറെ വർഷങ്ങളായിട്ട് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഈ വഴി മുഴുവൻ സ്റ്റോൾ ഇട്ട് തരൊക്കെ നല്ല കട്ട്ലറ്റാണ് കേട്ടോ. നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ്. ഈ കറുകപ്പള്ളിയിൽ ഈ ഒരു സ്റ്റോളുകൾ, ഇതിന്റെ ഒരു ചരിത്രം എങ്ങനെയാ? ചരിത്രം എന്ന് പറഞ്ഞാൽ റംസാനാകുമ്പോൾ ഇങ്ങനെ നല്ലൊരു തിരക്കുള്ള ഏരിയയാണ് ഇവിടെ. അപ്പം അനുസരിച്ച് ചെറിയ കച്ചവടങ്ങളായിരുന്നു, ഒരാൾ 2 ആളായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്റ്റാളുകളായി. അതങ്ങനെ മുന്നോട്ടുണ്ടാണ്. എന്തായാലും ഓരോരുത്തർക്കും അരി മേടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ഇവിടുത്തെ ആൾക്കാര് ഒരു സംശയമാണ്, ഇവിടെ ഇപ്പൊ നമ്മൾ 3 സ്റ്റോളുകളുണ്ട്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലാത്തൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടുത്തെ വീട്ടുകാരൊപ്പം ഉണ്ടാക്കുന്നുണ്ടോ? അതെല്ലാം ഇവിടെ തന്നെയാണ് എല്ലാവരും വാങ്ങി പോണത്? ഇല്ല, ഇവിടുന്ന് മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്, വീട്ടിലുണ്ടാക്കണവരും ഉണ്ട്, പിന്നെ എല്ലാ ആൾക്കാരും, ഓൾ കാസ്റ്റ് ആൾക്കാർ ഇവിടുന്ന് മേടിക്കും. ഈ കറുകാപ്പള്ളിക്കാർ മാത്രമല്ല, ആൾക്കാർ വരുന്നില്ല. അപ്പൊ ഈ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടായിരിക്കും അപ്പൊ ഏകദേശം എല്ലാവരും ഇഫ്താർ സമയത്തും കിടത്തുന്നത്. ഇവിടെ ഒരു മാമാങ്കമാണ് ഈ ഒരു സമയമായ നോമ്പായി കഴിഞ്ഞ ഇവിടെ ഒരു മാമാങ്കമാണ്. പിന്നെ നിങ്ങൾ ആ പെരുന്നാൾ രാവിന്റെ അന്ന് ഇവിടെ വരാം. അപ്പൊ ഇതിലും വലിയ തിരക്കായിരിക്കും. അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും അല്ലേ? അവസാനം എത്തുമ്പോൾ തിരക്കുമായിരിക്കോളൂ. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്ന കുട്ടിക്കലാശം, നിങ്ങളുടെ കുട്ടിക്കലാശം തകർക്കും പിള്ളേർ. ശരി. ഇവിടെ ഇപ്പൊ എത്ര കാലം ഇടാൻ തുടങ്ങി, സ്റ്റോൾ ഇടാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ സ്റ്റോൾ ഇടാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ 2. അപ്പൊ ഈ ഒരു 4 മണിക്കാണോ ഇവിടെ തുടങ്ങുന്നത്? ഞങ്ങള് 2:30-3 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സമയം ഇപ്പൊ രാവിലെ തുടങ്ങും? ഉണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടുന്ന് ആദ്യം കുറച്ച് കൊണ്ടുവരും, പിന്നെ അവിടെ പരിശോധന ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവരും. താങ്ക് യു. അപ്പൊ ഇത് ഇപ്പൊ രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ എത്തും? ഉച്ചയാകുമ്പോൾ ഇപ്പൊ കുറച്ച് സാധനം വരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ആണ് അവിടെ വേറെ സപ്ലൈ ഉള്ളതാണ്, പള്ളികൾക്ക് കൊടുക്കണ്ട്. ശരി. അപ്പൊ അവിടെ ഇങ്ങനെ പോയിരിക്കും, നമ്മളെടുത്തുകൊണ്ട് വരും വിൽക്കും. അപ്പൊ സാധനങ്ങൾ കഴിയുന്നതനുസരിച്ച് വീണ്ടും വന്നോണ്ടിരിക്കും. അപ്പൊ എത്ര മണി വരെ ഉണ്ടാവും ഏകദേശം? എത്ര മണി വരെ ഏകദേശം സ്റ്റോൾ ഉണ്ടാവും? ബാങ്ക് കൊടുക്കണവരെ ഉണ്ടാവും. പിന്നെ തീർന്നല്ലേ കുറച്ചു നേരം കൂടെ ഉണ്ടാവും. അതിക്കുമ്പോ തീരും. അപ്പൊ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം കാലിയാവും. ഈ സ്റ്റോൾ ഇടുന്ന എന്തിനാ? അപ്പൊ നമ്മൾ ഇപ്പൊ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ പുറത്തിടുന്നതിന്റെ എന്താ ഇങ്ങനെ ഇരുന്നാൽ ടൈം പോണല്ലോ. ഉച്ച കഴിഞ്ഞാൽ എന്തായാലും സമയം പോകില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സമയം പോകും. അപ്പൊ എല്ലാരും ഒരുപോലെ ഇടുമ്പോ അതൊരു ഒരു നേരം പോക്ക്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ ഞങ്ങള് എല്ലാ ആൾക്കാരായിട്ടും കൂട്ടാം. പിന്നെ മുസ്ലിമല്ല, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനുണ്ട്, എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ. എല്ലാം അവരുടെ വീട്ടിലും പോകും, ഞങ്ങളുടെ വീട്ടിലും പോകും. നമുക്ക് പറ്റിയത് അവിടെ നിന്ന് കഴിക്കാം, എല്ലാവരും കഴിക്കണ്ട. നമുക്ക് പറ്റണുണ്ടല്ലോ, അതിൽ സാമ്പാറും ചോറും മീനും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാമല്ലോ. വേറെ സാധനം വേണമെന്നുണ്ടാവും, അത് വേണ്ട നമുക്ക് കഴിക്കണ്ട, നമുക്ക് വേണ്ട അത്രേ ഉള്ളൂ.
നമുക്ക് വേണം എല്ലാം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. ചില സാഹചര്യം വരുമ്പോൾ നമ്മളത് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി വെക്കാം, ബാക്കിയുള്ള നമുക്ക് കഴിക്കാം. അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മളത് വേണ്ടെന്ന് പറഞ്ഞ് എണീച്ച് പോക്കൊരു മോശമാണ്. നമ്മൾ അവിടെ ഇരുന്നിട്ട് അവരായിട്ട് സഹകരിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ഒരു കിള്ള് നമ്മളെടുത്ത് വായിലേക്ക് വെച്ചാൽ ഒരു സന്തോഷമാണ്. ആയിരിക്കും എല്ലാവരും സന്തോഷം.